വീട്ടില് ജപ്തി നോട്ടീസ് ഒക്കെ വന്ന സമയത്താണ് ഞങ്ങള് തുടങ്ങുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ വർക്കിന് പോകുന്ന വീഡിയോ ഒക്കെയാണ് ചെയ്തു തുടങ്ങിയത്. പൊളിയൻ പ്രേക്ഷകർക്കെല്ലാം നമസ്കാരം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഷോക്ക് ഫാമിലി. അപ്പൊ ഇവരെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പൊ നമുക്ക് ഇവരെങ്ങനെയാണ് ഈ ഫീൽഡിൽ എത്തിയതെന്ന് നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് നിങ്ങൾ എത്തിപ്പെടുന്നത്? ഞങ്ങള് തകർച്ചയിൽ നിന്നാണ് സത്യം പറയാൻ ഇങ്ങോട്ട് വരുന്നത്. തകർച്ച എന്ന് പറയാൻ എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു. അത് ഒരു ഷോപ്പായിരുന്നു. രണ്ടാമത്തെ ഷോപ്പ് ഓപ്പണായി ഏകദേശം 30-35 ലക്ഷം രൂപ നമ്മൾ ലോണും കുറെ ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ വാങ്ങി കടമെടുത്ത് പലിശക്കൊക്കെ എടുത്താണ് രണ്ടാമത്തെ കട ഓപ്പൺ ആക്കി 3 മാസം ആയപ്പോഴത്തേക്കും കൊറോണ വന്ന് ഫുൾ അടച്ചിട്ട് പിന്നെ ഫുള്ള് കയ്യിൽ നിന്ന് പോയി, കടത്തിലായി. ഏകദേശം വീട്ടില് ജപ്തി നോട്ടീസ് ഒക്കെ വന്ന സമയത്താണ് ഞങ്ങള് തുടങ്ങുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ വർക്കിന് പോകുന്ന വീഡിയോ ഒക്കെയാണ് ചെയ്തു തുടങ്ങിയത്. പിന്നെ ഫുള്ളായിട്ട് നമ്മുടെ കട കൊടുക്കേണ്ടി വന്നു. കാരണം പലിശകളൊന്നും കൈ നിൽക്കാതെ ഫുള്ള് ബാധ്യതയായപ്പോൾ ഏകദേശം സീറോയിൽ നിന്നാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 10-40 ലക്ഷം രൂപ ആയപ്പോഴത്തേക്കും ഒറ്റയടിക്ക് മൈനസിലോട്ട് പോയി. കാരണം കിട്ടിയ പൈസയ്ക്ക് ഒരു 5 ലക്ഷം രൂപയ്ക്ക് അകത്ത് കിട്ടിയുള്ളൂ. ആ പൈസയ്ക്കാണ് ഞാൻ കട കൊടുക്കുന്നത്. അപ്പം തന്നെ ഏകദേശം 30-35 ലക്ഷം രൂപ ബാധ്യതയായി. അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ ഒരു ഐഡിയ തോന്നി ഓരോ കണ്ടന്റ് ചെയ്ത്. ശരിക്കും ആ സമയത്തൊക്കെ എന്റെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പോവില്ല, എനിക്കൊരു വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് പേടി. ഞാൻ വരൂല എന്ന് പറയാം, ഞാൻ വഴക്കിടും അതിന് പേര്, എനിക്ക് പറ്റൂല. പിന്നെ അങ്ങനെ എനിക്ക് പറഞ്ഞാൽ അങ്ങനത്തെ വീഡിയോ ഒന്നും എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ മീൻ പിടിക്കുന്ന പൊരിക്കുന്നതൊക്കെ അപ്പൊ ഞാൻ പറയാം എനിക്ക് ഇഷ്ടമല്ല. വഴക്കായി ആ ഒരു പേരിൽ വഴക്കായി, എന്നെ കൊണ്ട് ഈ വീഡിയോ എടുക്കാൻ പറ്റൂലെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുത്തിട്ട് കാര്യമില്ല, എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും നമ്മൾ ഇതിൽ കൊണ്ടുവരണം, എന്നാലേ നമ്മൾ വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഐഡിയയിലാണ് ഇവനെ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ എടുത്തത്. അതെടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് ആൾക്കാർ ഇത് കൊള്ളാം കേട്ടോ, ഇതിനെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന്. അങ്ങനെ എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഒരു 700 പ്ലസ് ഒരു 3 മാസം കൊണ്ട് ഞങ്ങളുടെ 1 ലക്ഷം യൂട്യൂബില്. അങ്ങനെ പെട്ടെന്ന് പിന്നെ ഒരു 1.75 ആയപ്പോഴത്തേക്കും സ്റ്റോപ്പ് ആയി. ഒരു 1.75 ആയപ്പോഴത്തേക്കും ഫുള്ള് പിന്നെ ഫോളോവേഴ്സ് ഡൗൺ ആവുന്നതല്ലാതെ നമുക്ക് ന്യൂ ഫോളോവേഴ്സ് കയറുന്നില്ല, വീഡിയോസ് കയറുന്നില്ല. ഏകദേശം 1.75 1.60 വരെ വന്നു. എന്നിട്ട് ആ സമയത്താണ് അച്ഛൻ മരിച്ച് വീഡിയോ ഇടാൻ പറ്റാതെ ഫുള്ള് ഡൗൺ ആയി. പിന്നെ നമ്മൾ കഴിഞ്ഞത് പോയി, ചാനലിൽ പോയെന്ന് വിചാരിച്ചു, ഇനി നമ്മള് മുന്നോട്ടില്ലാന്ന് വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 മാസം നമ്മൾ ഒന്ന് ആക്റ്റീവായിട്ട് കണ്ടിന്യൂ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോ പിന്നെ ഒരു കയറ്റം കയറി. അങ്ങനെയാണ് ഒരു 2 മില്യൺ വരെ വ്യൂസ്. ഞങ്ങൾ ആദ്യമൊക്കെ ഇട്ടൊന്നും നല്ല കണ്ടന്റ് ആയിട്ട് എടുത്തോണ്ട് പിന്നെ വീഡിയോ ഇട്ടിട്ട് അപ്പൊ കട ബിസിനസ് പൊളിഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ ഈ ഫീൽഡിൽ എത്തുന്നത്. അല്ലെങ്കിൽ മുതലാളിയായിരുന്നു. അവിടെ വെള്ളട മാത്രം അറിയപ്പെട്ടിരുന്ന നമ്മളിപ്പോ ലോകം മൊത്തം അറിയപ്പെടുന്നത്. ഇപ്പൊ എവിടെ പോയാലും ആൾക്കാർ, നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് അല്ലേ? കൂടുതലും കേരളത്തിനെ അപേക്ഷിച്ച് നമുക്ക് അങ്ങോട്ടുള്ള രാജ്യങ്ങളാണ്, നോർത്ത് ഇന്ത്യയില് അവരാണ് കൂടുതൽ നമ്മുടെ ഫാൻസ്. നമ്മുടെ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമുക്ക് ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ബംഗ്ലാദേശാണ്. നമ്മുടെ ഫോളോവേഴ്സ് വരുന്നത് കൂടുതൽ ബംഗ്ലാദേശ്, പിന്നെ ഗൾഫ് രാജ്യങ്ങളും അങ്ങോട്ടൊക്കെയാണ് കൂടുതൽ. കേരളം കുറവാണ്, അതുകൊണ്ട് നമ്മള് ലോങ് വീഡിയോസ് റീച്ച് കുറവാണ്. അതുകൊണ്ടാണ് ലോങ് റീച്ച് കുറവ്. ഇന്റർനാഷണൽ ആണ്. അതെ, ഇവിടെ നിൽക്കേണ്ടവരല്ല. അപ്പൊ എങ്ങനെ നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു അല്ലേ? ലവ് ആൻഡ് അറേഞ്ച്മെന്റ് ആണ്. ലവ് ചെയ്ത് വീട്ടിൽ പോയി പറഞ്ഞ് അവരെടുത്ത് കല്യാണം കഴിച്ചു. കാരണം പുള്ളി ഹിന്ദു ആണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്. അങ്ങനെ പിന്നെ ലവ് ഒരു 8 വർഷത്തെ പ്രണയം അവസാനം സമ്മതിച്ച് നടത്തി. 2 കാസ്റ്റ് ആയിരുന്നു, വീട്ടുകാരെ സമ്മതിച്ചെടുത്ത് കരയൊക്കെ ചെയ്താൽ പട്ടണിയൊക്കെ കിടന്ന? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. കാരണം മാമന് പട്ടാളത്തിലായിരുന്നു. അപ്പൊ മാമന് ഡയറക്റ്റ് കാര്യങ്ങൾ പറയുന്നതിന് പുള്ളി ഓക്കെയാണ്. അപ്പൊ ഞാന് അച്ഛന്റെ കൂട്ടുകാർ കൂടുതൽ ഇവരുടെ ഒരു ഇതാണ്. അച്ഛന് ഇഷ്ടപ്പെട്ടു. മതവും നോക്കിയപ്പോ വീടുണ്ട്, സ്വന്തമായിട്ട് ഒരു കട ഇട്ടിട്ടുണ്ട്. പിന്നെ ആള് ടിപ് ടോപ്പിലൊക്കെ ആയിരുന്നു ആ സമയത്ത്. കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെയാണോ? ആദ്യത്തെ ഒരു ഡയലോഗ് ഉണ്ട്, മാമ ഞാൻ നിങ്ങളെ മോളെ പൊന്നുപോലെ നോക്കിക്കോളാം. അപ്പൊ അച്ഛൻ പറഞ്ഞേ അതൊക്കെ പണ്ടത്തെ ഡയലോഗില് പുതിയത് പറയുന്നത്. ആ സമയത്ത് അങ്ങനെയാണല്ലോ, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഡയറക്റ്റ്, അതായത് ഇവർക്ക് വേറൊരു കല്യാണം വന്നു. അങ്ങനെ ആ സമയത്താണ് ഞാൻ വീട്ടിൽ നിന്ന് എന്റെ സഹോദരിയും അളിയനെയും പറഞ്ഞു വിടുന്നത്. അളിയൻ വന്ന് ചോദിച്ചു. അപ്പൊ ഡയറക്റ്റ് മാമന്റെ അടുത്ത് വന്ന് ചോദിച്ചതുകൊണ്ട് മാമൻ ഓക്കെ പറഞ്ഞ് സെറ്റാക്കി. പക്ഷെ ബന്ധുക്കളൊക്കെ ആദ്യം ഒന്ന് ഇടങ്ങെങ്കിലും പിന്നെ മാമൻ ഒറ്റ ഇതാണ്, മതവും ഒന്നും നോക്കിയില്ല, നടത്തും എന്നുള്ള ഇതില് ഡയറക്റ്റ് ചോദിച്ചതുകൊണ്ട്. കാരണം പുള്ളി പട്ടാളത്തിലാണ്, ആ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് ആയതുകൊണ്ട് ഓക്കെ ആക്കി 6 മാസത്തിനകത്ത് കല്യാണം നടത്തി. ഇപ്പം അന്ന് കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ ഇന്ന് ഇപ്പൊ ഫുൾ സപ്പോർട്ടാണ്. അവര് പറഞ്ഞു പറയും, അയ്യോ അന്ന് നമ്മൾ കല്യാണം മുടക്കിയിരുന്നെങ്കിൽ ഇന്ന് ഇത്ര നല്ലൊരു യൂട്യൂബർ ഫാമിലി ആവുക. നിങ്ങള് ചേരേണ്ടവര് ചേർന്നാലല്ലേ യൂട്യൂബും പിന്നെ നല്ലൊരു പയ്യനെ കിട്ടണമല്ലോ. അത് അത്രേ ഉള്ളു. സ്വന്തമായിട്ട് അങ്ങനെ
കല്യാണം നടത്തി. പിന്നെ അതിൽ നിന്നാണ് കടയായിട്ട് രണ്ടാമത്തെ കട സ്റ്റാർട്ട് ആകുന്നത്. കല്യാണം കഴിഞ്ഞ ആ സമയത്ത് തന്നെ ഇവനെ കിട്ടി. അപ്പോഴത്തേക്ക് ഇവനെ ഒരു 8 മാസമായപ്പോഴാണ് ഞങ്ങൾ കട സെക്കൻഡ് രണ്ടാമത്തെ കട സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പൺ ആക്കണം. അത് ലേഡീസ് കഴിഞ്ഞ് ഒരു 1.5 വർഷപ്പോഴത്തേക്കും പെട്ടെന്ന് കൊറോണ വന്നു. അങ്ങനെ പെട്ടെന്ന് ഓണയില് മൊത്തത്തില് ഡൗൺ ആയത്. അത് കേരളം മൊത്തത്തിൽ സ്തംഭിച്ചു. മൊത്തത്തില് പോയപ്പോഴത്തേക്കും അത് അത് നമുക്കൊരു നിമിത്തം പോലെയാണ്. കൊറോണ ഒന്ന് കുറേ ജീവിതം നശിച്ചു, നമ്മളെ ജീവിതം മുന്നോട്ട് വന്നു. നശിച്ചിട്ട് നമ്മളെ ജീവിതം നശിച്ചാണ് ആ സമയത്ത് നശിച്ചു. പക്ഷെ അവിടെ നിന്ന് ഉണർന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെ രക്ഷപ്പെട്ട് കയറി. എനിക്ക് തോന്നുന്നു ഈ കൊറോണ ടൈമിലാണ് കുറെ യൂട്യൂബർമാർ വളർന്നത് അല്ലേ? ആ സമയത്തായിരുന്നു. അതെ, ആ സമയത്താണ് യൂട്യൂബർ എല്ലാം. അന്ന് പ്രേക്ഷകരും ഉണ്ടായി. കാരണം വെച്ചാൽ എല്ലാവരും വീട്ടിലാണ്, അപ്പൊ എല്ലാവരും കാണും. നല്ല കണ്ടന്റ് വെച്ചാൽ അവര് ഫുൾ സപ്പോർട്ടാണ്. ആ സമയത്ത് തന്നെയാണ് നമ്മളും കയറിയത്. പക്ഷെ അതൊരു പ്രതീക്ഷിക്കാതെ പെട്ടെന്നുള്ള ഞങ്ങള് എന്തായാലും കയ്യിൽ നിന്ന് പോയി, വീടെല്ലാം പോയി ജപ്തിയായി. ഇനി എന്താ അവസ്ഥ ഇനി ഒന്നും ഇല്ല നമുക്ക്. ആ സമയത്ത് ഒരു പിടിവള്ളിയായിരുന്നു ഇത് ശരിക്കും. അത് നമ്മളെ രക്ഷപ്പെടുത്തി ജീവിതം. അതെ. പിന്നെ അതിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഇനിയിപ്പം സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഇത് ഇതാണ് സ്വന്തമായിട്ട് വീട് എന്ന് പറഞ്ഞാൽ കുടുംബ വീടാണ്. നമ്മളെ പേരിൽ വീട് വെക്കണം. ഡ്രീം ആയിട്ടൊരു വീട് നമ്മുടെ ഇഷ്ടത്തിന് ഒരു ഒതുങ്ങിയ ഏരിയയിൽ ഒരു വീട് വെക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. എന്ന് വെച്ചാൽ സിറ്റിയിലല്ല, ഉള്ളില് ഗ്രാമത്തിൽ തന്നെ, ഗ്രാമപ്രദേശമാണ്. ഒരു കോടിയൊക്കെ വരുന്നൊരു ചെറിയൊരു വീട്. അതുപോലെ ബാങ്കിലായിട്ട് ഇട്ടിട്ട് പലിശ എടുത്താൽ ചെറിയ വീടാണ്. തെക്കൻ കുരിശുമല ഏകദേശം ട്രിവാൻഡ്രത്തുനിന്ന് 45 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം. കുരിശുമല എന്ന് പറയുന്ന വെള്ളഡ എന്നാണ് സ്ഥലം, ഗ്രാമം. പക്ഷെ അവിടെ ഇത്തി കൂടെ ഒതുങ്ങിയ ഏരിയയിലോട്ട് ഒരു വീട് വെക്കണം, ഒരു കുഞ്ഞു വീട്, ഒരു സ്ഥലം വാങ്ങിച്ച് വെക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതാണ് ആഗ്രഹം. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ ബാധ്യതകൾ ഏകദേശം 40 ലക്ഷം രൂപ ബാധ്യതയായിരുന്നു. അതിൽ നിന്നും ഇപ്പൊ ഒരു 15+ ഉള്ളൂ. അതുകൂടെ തീർത്തതിന് ശേഷം പിന്നെ വീടില് ഇത്രയും വലിയ യൂട്യൂബർ ഇത്രയും കടമുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും, നാട്ടുകാർ വിശ്വസിക്കുമേ. അത് വിശ്വസിക്കില്ല. നമുക്ക് ലക്ഷങ്ങളാണ് വരുമാനം എന്നാണ്. സാധാരണ യൂട്യൂബർമാർക്ക് 10-15 ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. 15 ഉണ്ടെങ്കിൽ ഞാനൊരു 5 മാസം കൊണ്ട് എന്റെ ബാധ്യതകളൊക്കെ തീർക്കാൻ ലെവലായാലും. അങ്ങനെയല്ല, നമ്മളിപ്പോ ഷോർട്ട് വീഡിയോയിലിരുന്ന കൂടുതൽ 1 മിനിറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. 1 മിനിറ്റ് വീഡിയോ. അപ്പൊ അത് എത്ര മില്യൺ പോയാലും അതിനൊരു പരിധിയുണ്ട് എമൗണ്ട് പറഞ്ഞത്. പക്ഷെ കൂടുതൽ നമുക്ക് ലോങ് വീഡിയോക്കാണ് റവന്യൂ കൂടുതൽ. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. നിങ്ങൾക്ക് 3 മില്യൺ ഇല്ല, അപ്പൊ ഇത്രയും 3 ലക്ഷം 5 ലക്ഷം. നമ്മുടെ നാട്ടിൽ പൊതുവെയുള്ള സംസാരമാണ്, ഇവർക്ക് 3 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. 3 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ 5 ലക്ഷം പ്ലസ് മാസം കിട്ടണം എന്നാണ് അവരുടെ കണക്ക്. പക്ഷെ വീഡിയോ ഓടുന്ന അനുസരിച്ച് എമൗണ്ട് നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ അതവർ നോക്കുന്നില്ല. 3 മില്യൺ ഉണ്ടല്ലോ ഫോളോവേഴ്സ്, അതുകൊണ്ട് 5 ലക്ഷം കിട്ടും എന്നാണ് അവിടുത്തെ പൊതു സംസാരം. പക്ഷെ നമ്മളതൊന്നും കണക്കെടുക്കില്ല. കാരണം നമുക്ക് കിട്ടുന്നത് നമുക്കറിയാം. അത് വെച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ബാധ്യതകൾ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ളൊരു ഇതേയുള്ളൂ. അപ്പൊ ശരി, നിങ്ങൾ ആഗ്രഹം പോലെ വീടൊക്കെ ആവട്ടെ, നമുക്ക് പാലാഴ്ച ദിവസം കാണാം. പിന്നെ നമുക്ക് തരണം കേട്ടോ. അപ്പൊ ശരി ബ്രോ, ഓക്കെ, താങ്ക്സ്. ഓക്കെ.